കേരളത്തിൽ ആഘോഷിക്കുന്ന ഒരു പ്രധാന വിളവെടുപ്പ് ദിവസമാണ്. ഈ ദിനത്തിൽ ആളുകൾ അവരുടെ പ്രിയപ്പെട്ടവർക്കായി ചിത്രങ്ങളും പോസ്റ്ററുകളും വഴി ആശംസകൾ അറിയിക്കുന്നു. ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് പുതുപുത്തൻ ചോദ്യോത്തരങ്ങളുമായി നല്ലോണം കണ്ടോണം. നല്ലോണം കണ്ടോണത്തിൽ നമ്മുടെ ഫസ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ 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 ആരാണ്? എന്റെ പേര് മോഹൻ എന്നാണ്. പയ്യന്നൂർ, കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, പയ്യന്നൂരിൽ നിന്ന് വിളിക്കുന്ന മോഹനൻ ചേട്ടനാണ് അല്ലേ? എന്ത് ചെയ്യുവാണ് ചേട്ടൻ? എന്താ ചെയ്യുന്നത്? എന്താ ചെയ്യുന്നത്? എന്താ ജോലി ചെയ്യുവാണോ? ഞാൻ ഇപ്പോഴൊന്നും ചെയ്യുന്നില്ല. ഞാൻ കുറെ കാലം ചെന്നൈയിലായിരുന്നു. പിന്നെ ഇവിടെ നാട്ടിൽ അവിടുന്ന് റിസൈൻ ചെയ്ത് ജോലി റിസൈൻ ചെയ്തുകൊണ്ട് ഇവിടെ നാട്ടില് കച്ചവടമൊക്കെ തുടങ്ങി. ഇപ്പം വൈൻഡപ്പ് ചെയ്തു. ഇപ്പൊ ഒന്നുമില്ല, വെറുതെ ഇരിക്കാം. വിശ്രമ ജീവിതത്തിലാണ് അല്ലേ? എന്താണ്? ഒരു വിശ്രമ ജീവിതത്തിൽ. അതെ. അപ്പോ സദ്യയില് ചേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം ഏതാണ്? എനിക്ക് ഇഷ്ടപ്പെട്ട വിഭവം കൂട്ടുകറി എന്ന് പറയും. കൂട്ടുകറി ഇഷ്ടമാണ്. സാമ്പാർ, അതൊക്കെ നല്ല ഇഷ്ടമാണ് അല്ലേ? അപ്പൊ ചേട്ടൻ പറഞ്ഞല്ലോ ഒരു സമയം കുറച്ചു നാൾ ഡൽഹിയിലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ആ ഡൽഹിയിലായിരുന്ന സമയത്ത് ഓണം എങ്ങനെയായിരുന്നു ആഘോഷിച്ചിരുന്നത്? ചെന്നൈയിലായിരുന്നു. ഓക്കെ, ചെന്നൈയിലായിരുന്നു. അത് ഓണം അവിടെ അസോസിയേഷൻ ഒക്കെ ഉണ്ടല്ലോ. ആ സമയത്ത് അസോസിയേഷന്റെ കൂടെ നമ്മൾ പങ്കെടുത്ത് ഓണൊക്കെ സെലിബ്രേറ്റ് ചെയ്യും. മാവേലി കിട്ടും, മാവേലി പാട്ട് പാടും. എല്ലാ ആഘോഷമായിരുന്നു ചെന്നൈയില്. ചെന്നൈയിലെ മലയാളി അസോസിയേഷൻ വളരെ സജീവമാണല്ലേ? അതെ അതെ. ഇവിടെ നാട്ടിൽ വന്നതിന് ശേഷം എങ്ങനെയാണ് ഓണം ആഘോഷിക്കാറ്? നാട്ടിൽ വന്നതിന് ശേഷം ഓണം വീടുകളില് ഞങ്ങൾ കൂട്ടുകുടുംബമായിട്ടാണ് ഞങ്ങൾ താമസിക്കുന്നത്. അടുത്തടുത്ത് കുറെ വീടുകളുണ്ട്. അപ്പൊ ഞങ്ങളെല്ലാം ഒന്നായിട്ട് ഇവിടെ കൂടിയിരുന്ന് എല്ലാവരും ഒന്നായിട്ട് ഒരു വീട്ടിൽ, നമ്മുടെ തറവാട് പറഞ്ഞ സ്ഥലം വീട്ടിലുണ്ട്. അവിടെ ഇരുന്ന് എല്ലാവരും കൂടെ ഒന്നായിട്ട് ഭക്ഷണം കഴിക്കും. ജ്യേഷ്ഠന്മാര് അനിയന്മാരൊക്കെ ഉണ്ട്, സഹോദരിമാര് എല്ലാവരും കൂടെ ഒന്നായിട്ട് വീട്ടിൽ വന്ന് സെലിബ്രേറ്റ് ചെയ്തതാണ് സാധാരണ പതിവ്. ഓക്കെ, നമുക്ക് ചോദ്യത്തിലേക്ക് കടന്നാലോ? ചോദ്യത്തിലേക്ക് ഓക്കെ, അപ്പൊ നമ്മുടെ ചോദ്യം മാത്രമല്ല, ചോദ്യത്തിന് ശരി ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമ്മാനവും പയ്യന്നൂരിലേക്ക് എത്തും. ആയിക്കോട്ടെ, നല്ലത്. ഓക്കെ, അപ്പൊ നമ്മുടെ ചോദ്യം ഇതാണ്: അത്തപ്പൂക്കളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൂവ് ഏതാണ്? അതെ, ഒരു ഉത്തരമേ പറയാവുള്ളൂ. പക്ഷെ കുഴപ്പമില്ല, ചേട്ടൻ പറഞ്ഞോ. ഓപ്ഷൻ ഒന്നുമില്ല. നമ്മള് അത്തം ഇടുന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പൂ തന്നെയാണ്, ഒരു ചെടിയാണ്. അതെ, തുമ്പയാണ്. കറക്റ്റ് ഉത്തരമാണ്, ശരിയാണ് ഉത്തരം. അപ്പൊ ഒരു ഓണ സമ്മാനം കിട്ടിയില്ലേ? ഓണ സമ്മാനം പയ്യന്നൂരിലേക്ക് എത്തും. അപ്പൊ ഒരുപാട് സന്തോഷം ചേട്ടാ, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. നല്ലോണം കണ്ടോണത്തിന്റെ ഫസ്റ്റ് കോളർ മോഹൻ ചേട്ടനായിരുന്നു. പുള്ളിക്കാരൻ കണ്ണൂർ പയ്യന്നൂർ എന്നാണ് വിളിച്ചത്. ചോദ്യത്തിന് കറക്റ്റ് ഉത്തരമൊക്കെ പറഞ്ഞു, ഓണസമ്മാനമൊക്കെ മേടിച്ച്. എന്തായാലും വിളിച്ചതിനും ഒക്കെ ഒരുപാട് നന്ദി മോഹനൻ ചേട്ടാ. മോഹനൻ ചേട്ടനും ചേട്ടൻ്റെ ഫാമിലിക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ. നമുക്ക് നല്ലോണം കണ്ടോണത്തിൽ അടുത്ത കോളർ ഉണ്ട്. ആരാണെന്ന് നോക്കാം. നല്ലോണം കണ്ടോണത്തിൽ നമ്മുടെ അടുത്ത കോളർ എത്തിയിട്ടുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ 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 ആരാണ്? സാദിയ ഷിജു. സാദിയ എവിടുന്നാ വിളിക്കുന്നത്? ഒന്നുകൂടെ പറയൂ, എവിടുന്നാ? കണ്ണൂര് അല്ലേ? ഓക്കെ, സാദിയ എത്രയിലാണ് പഠിക്കുന്നത്? 7ല് പഠിക്കുകയാണ്. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ആഹാ, ഓണ വെക്കേഷൻ ഒക്കെ ആയല്ലോ. ഓക്കെ, അച്ഛൻ, അമ്മ, അനിയത്തി. അനിയത്തി എത്ര പഠിക്കുന്നു? സെക്കൻഡ് സ്റ്റാൻഡേർഡിലാണോ? അനിയത്തിയായിട്ട് തല്ലുകൂടാറുണ്ടോ? ഉണ്ട്. ഓണ വെക്കേഷൻ മൊത്തം തല്ലാണല്ലേ രണ്ടുപേരുടെ? ഓഹോ, ഞങ്ങൾ അറിഞ്ഞു രണ്ടുപേരും കൂടെ വീട്ടിൽ എപ്പോഴും തല്ലാണെന്ന്.
അങ്ങനെയാണോ? അതെ. അങ്ങനെയാണ്. സാധ്യ അനിയത്തിക്ക് ഉടുപ്പും ഒന്നും കൊടുക്കാറില്ലെന്ന് പറഞ്ഞു. അങ്ങനെയാണല്ലേ? അല്ല. അല്ലേ? അല്ല. നല്ല കുട്ടിയാണ്, ഗുഡ് ഗേൾ ആണ് അല്ലേ? അതെ. സാധ്യ സ്കൂളിൽ എങ്ങനെയാണ് ഓണാഘോഷമൊക്കെ? ഇഷ്ടമാണോ ഓണാഘോഷിക്കാൻ സ്കൂളില്? ഓണാഘോഷം ഇഷ്ടമാണ്. ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേരെന്താ സാധ്യയുടെ? അനന്യ. അനന്യ. അനന്യയുടെ വീടും അവിടെ ആണോ, അടുത്താണോ? ചുണ്ടങ്ങാപ്പൊയില്. ഓ, അനന്യ സുഖമായിട്ടിരിക്കുന്ന ഓണമായിട്ട്? അതെ. സദ്യ കഴിക്കാറില്ലേ? ഓണത്തിന് വെക്കുന്ന സദ്യ അമ്മ വെച്ച് തരാറില്ലേ സദ്യ? സദ്യയിൽ ഏറ്റവും ഇഷ്ടമുള്ള കറി ഏതാണ്? കൂട്ടുകറി. ഓ, കൂട്ടുകറിയാണോ ഇഷ്ടം? അയ്യോ, കൂട്ടുകറി ഉണ്ടാക്കാൻ എങ്ങനെയാന്ന് അറിയോ? ഇല്ല. ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് അറിയത്തില്ലേ? ഇല്ല. പഠിക്കണ്ടേ? പഠിക്കണം. പായസം ഇഷ്ടമാണോ? ഏത് പായസാ ഇഷ്ടം അമ്മ വയ്ക്കുന്നതില്? പാൽപ്പായസം. പാൽപ്പായസാണല്ലേ? അതെ. ഇഷ്ടമില്ലാത്തൊരു കറി പറഞ്ഞേ സദ്യയില്. മോരുകറി. മോരുകറി ഇഷ്ടമല്ലേ? അല്ല. ഓ, അമ്മ അടുത്തിരുന്ന് എന്തൊക്കെയോ പറഞ്ഞു തരുന്നുണ്ടല്ലോ. അമ്മയാണ് ഇതൊക്കെ പറഞ്ഞു തരുന്നത് അല്ലേ? അമ്മ വയ്ക്കുന്ന സദ്യ സൂപ്പർ ആണെന്നൊക്കെ പറയാൻ പറഞ്ഞ അമ്മ? ഇല്ല. പറഞ്ഞില്ലേ? ഇല്ല. സാന്ധ്യ, ഓ, നമുക്ക് ഒരു ഓണ ചോദ്യമുണ്ട്. ചോദ്യം ഞാൻ ചോദിക്കും, അതിന് കറക്റ്റ് ആൻസർ പറഞ്ഞാൽ ഒരു ഓണ സമ്മാനമുണ്ട്. ഓണ സമ്മാനം ഒരാൾ വീട്ടിൽ കൊണ്ടുതരും. ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ചേച്ചി? അപ്പൊ ക്വസ്റ്റ്യൻ എങ്ങനെ, എളുപ്പമുള്ള ഈസി ക്വസ്റ്റ്യൻ വേണോ പാടുള്ള ക്വസ്റ്റ്യൻ വേണോ? ഈസി ക്വസ്റ്റ്യൻ മതിയാ? അമ്മയടുത്ത് ചോദിക്കല്ലേ ആൻസർ. അപ്പോൾ സാന്ധ്യ, നമ്മുടെ ചോദ്യം ഇതാണ്, ക്വസ്റ്റ്യൻ ഇതാണേ, കേട്ടോണേ. ഓണസദ്യയില് നമ്മൾ ഒരു തരം പഴം ഉപയോഗിക്കും. പ്രധാനപ്പെട്ട ഒരു തരം പഴം നമ്മൾ ഉപയോഗിക്കും. അതെന്ത് പഴമാണ് എന്നാണ് ചോദ്യം. മൈസൂർ പഴം. അതായത് നമ്മളൊരു ഫ്രൂട്ട് നമ്മൾ ഓണസദ്യയിൽ ഉപയോഗിക്കും, ഒരു തരം പഴം. മാമ്പഴോ? ഓണസദ്യയില് മാമ്പഴം വെക്കാറുണ്ടോ ഓണസദ്യയിൽ? അത് കറിയിലല്ലേ ഇടുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ചെറുപഴം, വാഴപ്പഴം അല്ലേ? ചെറുപഴം. കറക്റ്റ് ഉത്തരമാണ്. ഓണ സമ്മാനം കിട്ടിയില്ലേ? സ്കൂളിൽ പോയി ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറയാലോ, ഓണ സമ്മാനം കിട്ടി, ഞാനിങ്ങനെ ജയ്ഹിന്ദിൽ വിളിച്ചിരുന്നു, അപ്പൊ അവര് ഞാൻ കറക്റ്റ് ഉത്തരം പറഞ്ഞുകൊണ്ട് ഓണ സമ്മാനം കിട്ടി എന്നൊക്കെ പറയാലോ ഇനിയിപ്പോ സാൻഡ്രയോട് അല്ലേ? അനന്യയോട്. സന്തോഷായില്ലേ? അപ്പൊ ഇനിയും ഞങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ജയ്ഹിന്ദിന്റെ പ്രേക്ഷകർക്ക് ഒരു ഹാപ്പി ഓണം പറഞ്ഞ സന്തോഷത്തില്. ഹാപ്പി ഓണം. ഈ അമ്മയുടെ കയ്യിലൊന്ന് ഫോണ് കൊടുത്തേ. ഹലോ. ഹലോ ചേച്ചി, എന്താണ് പേര്? എന്റെ പേര് സുജിന. സുജിന ചേച്ചി, എന്താ സംസാരിക്കാത്തെ? എന്താ സംസാരിക്കാത്ത? എന്താ കോളില്? അതെ, അവളെ ടിവിയില് നോക്കിട്ട്. ആണോ? എന്തുണ്ട് ഓണമായിട്ട് എന്തുണ്ട് വിശേഷം? ഓണായില്ലല്ലോ. അപ്പോ മോള് കറക്റ്റ് ഉത്തരമൊക്കെ പറഞ്ഞു ക്വസ്റ്റ്യന്. ഓണസമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓണസമ്മാനം വീട്ടിലേക്ക് ഞങ്ങൾ എത്തിക്കും. അപ്പോഴേ ചേച്ചി, അമ്മ അല്ലെങ്കിൽ മോള്, ഞങ്ങൾക്ക് രണ്ടിൽ ആരെങ്കിലും ഒരാൾ ഒരു പാട്ടോ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ഇങ്ങനെ ചെയ്യണം. പാട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും. സാധ്യ, സാധ്യ ഒരു പാട്ട് പാടിക്കേ. മതി. ഹലോ. ഹലോ
ആരാണ്? ഷിയോഗ. ഷിനോഗ, ഷിയോഗ. ഷിയോഗ. ഷിയാഗ, ഞാൻ ആരാണെന്ന് മനസ്സിലായോ? ഇല്ല. ഇല്ലേ? മനസ്സിലായില്ലേ? ഇല്ല. ഷിയാഗയ്ക്ക് ഓണമായിട്ട് എന്തോ ഉണ്ട് വിശേഷം? അമ്മ സദ്യയും പായസവും ഒക്കെ വെച്ച് തന്നോ? ഓണായില്ല. സ്കൂൾ അടച്ചോ? ഓണായിട്ടില്ല. സ്കൂൾ അടച്ചോ? ഇല്ല. സ്കൂൾ അടച്ചില്ലേ? ഇല്ല. ഷിയാഗ ഞങ്ങൾക്ക് പാട്ട് പാടി തരും എന്നാണ് സാന്ധ്യ പറഞ്ഞത്. അപ്പൊ ഒരു പാട്ട് പാടി തരുമോ ചേച്ചിക്ക്? ഒരു പാട്ട് പാടി തരുമോ? എന്നാ പാടിക്കേ നോക്കട്ടെ. നീലനിലവേ നിലവിനഴകേ താമരമികെ നീയും ചിരിക്കേ പാടിപ്പുലരാൻ മതിലലയാൻ തോന്നുന്നതും മനസ്സിൽ ഹൃദയത്താനെ ലോകവും നൂറ് പൊൻകിനാവിന്ത നിലാകെ താങ്ക് യു ഷിയാഗ, നന്നായിട്ട് പാടിയല്ലോ. നല്ല സൂപ്പറായിട്ട് പാടിയല്ലോ. അപ്പോഴേ ഓണസമ്മാനം ഞങ്ങൾ അങ്ങ് അയക്കുവേ. അപ്പൊ ഷിയാഗ ചേച്ചിയോടും അമ്മേനോടും ഒക്കെ ഒരുപാട് താങ്ക്സ് പറയുക. വിളിച്ചതിന് ഒരുപാട് നന്ദി. വീട്ടിലെല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ. താങ്ക് യു. ഇനി വിളിക്കണേ. ഓക്കേടാ, ബൈ. താങ്ക് യു. വളരെ നല്ലൊരു കോളായിരുന്നു നമുക്കിപ്പോൾ കിട്ടിയത്. നല്ലോണം കണ്ടോണത്തിൽ ശാൽവിയ ആയിരുന്നു നമുക്ക് വിളിച്ചിരുന്നത്. ശാൽവിയ നമുക്ക് കറക്റ്റ് ഉത്തരം പറഞ്ഞു. ശാൽവിയുടെ അനിയത്തി ഒരു പാട്ടൊക്കെ നമുക്ക് പാടിത്തന്നു. എന്തായാലും അവരുടെ കുടുംബത്തിന് ഒരിക്കൽ കൂടി ഒരു ഓണാശംസകൾ നേരുകയാണ് ജയ്ഹിന്ദ് ടി വിയുടെ വക. നല്ലോണം കണ്ടോണത്തിൻ്റെ അടുത്ത കോളർ എത്തിയിട്ടുണ്ട്. ഹലോ. ഹലോ. ഹലോ, ആരാണ്? ഞാൻ കൃഷ്ണയാണ്. കൃഷ്ണ. കൃഷ്ണ എവിടെ നിന്നാണ് വിളിക്കുന്നത്? കള്ളിക്കാട്. കള്ളിക്കാട് നിന്നാണല്ലേ. ഞങ്ങൾക്ക് മറ്റൊരു കോളറും കളിക്കാട് നിന്നുണ്ടായിരുന്നു, ഇന്നല്ല വേറെ ദിവസം. അപ്പോൾ കൃഷ്ണ, കളിക്കാട് നെയ്യാർ ഡാമിൻ്റെ അടുത്ത് നിന്നാണോ? അതെ, നെയ്യാർ ഡാമിൻ്റെ അടുത്താണ് അല്ലേ. എനിക്കറിയാവുന്ന സ്ഥലമാണത്. അപ്പോൾ കൃഷ്ണ എന്താണ് ചെയ്യുന്നത്? പഠിക്കുകയാണോ? ഇല്ല, ഞാൻ ഇവന്റ് മാനേജ്മെന്റ് ആണ് ചെയ്യുന്നത്. ഇവന്റ് മാനേജ്മെന്റ് ആണ്. അതെ. അപ്പോൾ ചിങ്ങമൊക്കെ ആയിട്ട് ഒരുപാട് വർക്കൊക്കെ ഉണ്ടാവുമല്ലോ? ഉണ്ട്. ഇന്ന് ലീവാണ്, ഇന്ന് വർക്കില്ല, ഇനി നാളെ ഉണ്ട്. നാളെ ഉണ്ട് അല്ലേ. ഒരുപാട് തിരക്കുകളുള്ള ഒരാളാണ്. അത്യാവശ്യം തിരക്കൊക്കെ ഉള്ള ആളാണല്ലേ. എവിടെയാണ് പഠിച്ചത്? എവിടെയാണ് പഠിച്ചത്? ഞാൻ എന്റെ ഇവിടുത്തെ സ്കൂളിൽ തന്നെയാണ്, വാങ്ങോട്. അങ്ങോട്ട്. ശരി ശരി. അപ്പോ എന്തുണ്ട് ഓണമായിട്ട് എന്താണ് വിശേഷം കൃഷ്ണ? ഓണമായിട്ട് വിശേഷം മെയിൻ ആയിട്ട് വർക്ക് തന്നെയാണ് വിശേഷം. ആഹാ. ഇങ്ങനെ ഇവന്റ് മാനേജ്മെന്റ് ഉള്ളവർക്ക് ഒരു ചിങ്ങമാസം എന്ന് പറയുന്ന കുറച്ച് ഹെവി ആയിട്ടുള്ള മാസമാണല്ലോ അല്ലേ? അതെ. അതിൽ ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന കൂട്ടത്തിലാണ് എല്ലാവരും. അപ്പോ കൃഷ്ണ, പറഞ്ഞോളൂ. വീട്ടില് ഓണസദ്യയൊക്കെ ഉണ്ടാക്കാറുണ്ടോ? ഓണസദ്യ ഉണ്ടാക്കാറുണ്ട്. കഴിഞ്ഞ ഓണം ആഘോഷിക്കാൻ പറ്റിയില്ല, അമ്മ ഹോസ്പിറ്റലിലായിരുന്നു. ഇപ്രാവശ്യം ആഘോഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോഴേ കൃഷ്ണ, നമുക്ക് ഒരു ഓണ ചോദ്യമുണ്ട്. ഓണച്ചോദ്യം മാത്രമല്ല, അതിനൊത്ത് സമ്മാനം ഉണ്ട്. പക്ഷെ ശരി ഉത്തരം പറയണം. ശരി ഉത്തരം പറഞ്ഞാൽ കള്ളിക്കാട് ഞങ്ങൾ സമ്മാനം എത്തിക്കും കേട്ടോ. ഞാൻ ചോദ്യം ചോദിക്കട്ടെ? ഓക്കെ. ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് ആളുകൾ ഓണക്കോടി, ഓണസദ്യ, ഓണക്കളി മുതലായവയുടെ ആചാരങ്ങൾ ആഘോഷിക്കുന്നത്? ഓണം കേരളത്തിലെ ദേശീയ ഉത്സവമായതുകൊണ്ട്. അതെ. പക്ഷേ ഈ ഓണത്തിന് നമ്മൾ ആളുകൾ
ഓണക്കോടി, ഓണസദ്യ, ഓണക്കളി തുടങ്ങിയ ആചാരങ്ങൾ നമ്മൾ ആഘോഷിക്കുന്നുണ്ടല്ലോ. അതിനൊരു പ്രധാന കാരണമുണ്ട്. ഓണം ദേശീയ ഉത്സവമായതിന് ഒരു പ്രധാന കാരണമുണ്ടല്ലോ. അതെന്തുകൊണ്ട് ഓണം നമ്മൾ ഇത്രയും ആഘോഷിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് ചോദ്യം. ആരുടെ ഒരാളുടെ നല്ല കാലഘട്ടം, നമ്മൾ ഓണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചിങ്ങം 1 എന്നൊക്കെ പറയുന്ന ഒരു പുതുവർഷമാണ്, ഒരു അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ പറയുന്നത്, അങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോ അത് ഒരാളുടെ ഒരു സാഹചര്യത്തെ കുറിച്ചൊക്കെയാണ് നമ്മൾ പറയുന്നത്. അതെന്താണെന്നാണ് ചോദിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിന്റെ ഐതിഹ്യം. അതെ അതെ അതെ, അതിന്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ടൊരു ആൻസർ ആണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഓണക്കോടി, ഓണസദ്യ, ഇതെല്ലാം എന്തിനാ അത് കൊടുക്കുന്നല്ലേ? അതെ, അതിന്റെ പിറകിൽ ഒരു ഐതിഹ്യം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഒരു സെക്കൻഡ് സമയം തരൂ, ആലോചിക്കാം. കേക്കില്ലടാ, എന്താ സമയം തരുവോ ആലോചിക്കാൻ? ഇങ്ങനെ ഓർക്കുക. ഓക്കെ ഓക്കെ, ഓർത്തോളൂ. കിട്ടിയോ? ഉത്തരം കിട്ടിയോ? അത് ഐതിഹ്യം എന്ന് പറയുമ്പോ അതിന്റെ ഓണത്തിന്റെ ഐതിഹ്യം എന്താണ്? ഓണത്തിന്റെ ഐതിഹ്യം എന്ന് പറയുമ്പോ മഹാബലി തമ്പുരാൻ ഒരു വാണിരുന്ന ഒരു കാലഘട്ടം. അപ്പോ അവിടെ കള്ളമില്ല, ചതിയില്ല, എല്ലാം മാനിച്ചതും ഒരുപോലെ ആയിരുന്നു. അതെ, അങ്ങനല്ലേ? അതെ ആണ്. ആ ഒരു കാലഘട്ടവുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു ആൻസർ ആണ് നമുക്ക് വേണ്ടത്. മഹാബലി തമ്പുരാൻ വാണിരുന്ന ഒരു ആ കാലഘട്ടവുമായി ബന്ധപ്പെട്ടൊരു ആൻസർ. ഞാൻ പറയട്ടെ ഉത്തരം? മഹാബലിയുടെ സുവർണ കാലഘട്ടമായിരുന്നല്ലോ അത്. രാജ്യം ഭരിച്ചിരുന്ന സമയത്ത് രാജ്യം വാണിരുന്ന ഒരു രാജാവായിരുന്നല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു സുവർണ കാലഘട്ടം ഓർക്കാനാണ് നമ്മൾ ഈ ഓണം ഇങ്ങനെ ഇത്തരം രീതിയിൽ ആഘോഷിക്കുന്നത് കേട്ടോ. അപ്പൊ അതാണ് നമ്മുടെ ഉത്തരം. അപ്പൊ കൃഷ്ണ, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. സമ്മാനം കിട്ടിയില്ല, കുഴപ്പമില്ല, ഉത്തരം പറയാൻ സാധിച്ചില്ല. പക്ഷെ എന്നാലും ഓണമായിട്ട് നമ്മുടെ പ്രേക്ഷകരോട് സംസാരിക്കാൻ പറ്റിയില്ലേ? വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. എല്ലാവർക്കും, വീട്ടിലുള്ള എല്ലാവർക്കും, കൃഷ്ണയ്ക്കും കൃഷ്ണയുടെ കുടുംബത്തിനും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേരുന്നു. നല്ലൊരു വർഷമായിരിക്കട്ടെ. താങ്ക് യു സോ മച്ച്. കളിക്കാട് നിന്നും കൃഷ്ണയാണ് നമ്മളിപ്പോൾ വിളിച്ചിരുന്നത്. കൃഷ്ണയ്ക്ക് ഉത്തരം പറയാൻ സാധിച്ചില്ല, കുഴപ്പമില്ല. എന്നിരുന്നാലും നല്ലൊരു കോളറായിരുന്നു കൃഷ്ണ. എനിവേ കൃഷ്ണ, താങ്ക് യു സോ മച്ച്. കൃഷ്ണയ്ക്കും കൃഷ്ണയുടെ കുടുംബത്തിനും ഒരിക്കൽ കൂടി ജയ്ഹിന്ദ് ടിവിയുടെ വക ഓണാശംസകൾ. നല്ലോണം കണ്ടോണത്തിൽ നമ്മുടെ അടുത്ത കോളർ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ ഹലോ, ആരാണ്? എന്റെ പേര് രാധ. രാധ. രാധ ചേച്ചി എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ പത്തനംതിട്ട. പത്തനംതിട്ടയെന്നാണ്. പത്തനംതിട്ട എവിടെയാണ് സ്ഥലം? പത്തനംതിട്ട പ്രമാടം പഞ്ചായത്ത്. പ്രമാടം പഞ്ചായത്ത്. ഓക്കെ രാധ ചേച്ചി, വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് ഹസ്ബൻഡ് ഞാനും മാത്രമേ ഉള്ളൂ. കുട്ടികള് 2 പേര് പിന്നെ വെളിയിലാണ്. അവര് പുറത്താണ്, നേഴ്സുമാരായിട്ട് ജോലി ചെയ്യും. അവർ 2 പേര് പുറത്താണ്. പിന്നെ ഒരു മോനുള്ളത് മൂവാറ്റുപുഴ. അവൻ അവിടെയാണ് ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് താമസിക്കുന്നത്. അപ്പോ രാജി, ഓണമായിട്ട് എന്തുകൊണ്ട് വിശേഷം? ഓണമായിട്ട് മക്കള് 2 പേരും വരത്തില്ല, പെൺപിള്ളേർ 2 പേരും. പിന്നെ മോളും പിള്ളേരും വരുമെന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ ഇരിക്കുവാണ്. ഓക്കെ. അപ്പോ എന്താണ്, വീട്ടിൽ തന്നെയാണ് അല്ലേ? ഹൗസ് വൈഫാണ്? വീട്ടിൽ തന്നെയാണ്. അപ്പോ ചെറുമക്കൊക്കെ ഓണക്കോടിയൊക്കെ എടുത്തു കൊടുത്തോ? ഇല്ല, എടുത്ത് കൊടുത്തില്ല. നാളെ പോണം ഇരിക്കുവാണ്. എന്നും ഓരോ ആഘോഷങ്ങളിലാണല്ലോ എല്ലാവരും അല്ലേ? ഇന്നെല്ലാവർക്കും നല്ല ആഘോഷമില്ല. അന്ന് ഇങ്ങനെയൊന്നും ഇല്ലല്ലോ. ഒരു
വിശേഷ ദിവസങ്ങൾ വരുമ്പോഴൊരു ഓണമോ ക്രിസ്മസോ ഒക്കെ വരുമ്പോഴാണ് അയൽവക്കംകാർ തമ്മിലുള്ള ആ സ്നേഹവും ബഹളവും ഒക്കെ അറിയണമെങ്കിൽ തീർച്ചയായും എല്ലാ വീടും നല്ല സന്തോഷം വിളിച്ചും പറഞ്ഞും ഒക്കെ ഇന്ന് തന്നെ എല്ലാവരും നല്ല കോൺക്രീറ്റ് കെട്ടിടങ്ങൾ, അതിനകത്ത് എല്ലാവരും അവരവരുടെ വീട്ടുകാരും മാത്രം ഒതുങ്ങി കൂടി അയൽവക്കത്ത് അങ്ങനെയൊന്നും പോകാത്ത ഒരു കാലമല്ലേ ഇന്ന്. അതെയാണ്. അപ്പോ രാജേച്ചി, നമുക്കൊരു ചോദ്യമുണ്ട്, ഒരു ഓണ ചോദ്യമാണ്, ഓണവുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. അപ്പോൾ ചേച്ചി അതിന് കറക്റ്റ് ഉത്തരം, ശരി ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓണ സമ്മാനവും ഉണ്ടാവും. ഞാൻ ചോദിക്കട്ടെ ഓണ ചോദ്യം? ചോദിക്കും, അറിയാമല്ലോ. ഈ 65 വയസ്സായി എനിക്ക് എന്തോ ചോദ്യം അറിയാന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾക്കൊക്കെയാണ് ഇത്തരം ചോദ്യങ്ങളൊക്കെ അറിയാവുന്നുള്ളത്, പുതുതലമുറയ്ക്കാണ് അറിഞ്ഞൂടാത്തത്. ഓണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെ നമുക്കൊന്നും അറിയില്ല സത്യം പറഞ്ഞ. അപ്പൊ ഞാൻ ചോദ്യം ചോദിക്കട്ടെ? ശരി. നമ്മുടെ ചോദ്യം ഇതാണ്: ഏതു നാൾ മുതലാണ് ചെമ്പരത്തി പൂവ് പൂക്കളത്തിൽ സ്ഥാനം പിടിക്കുന്നത്? അതായത് ഏത് നാൾ മുതലാണ് പൂക്കളത്തിൽ നമ്മൾ ചെമ്പരത്തി പൂവ് ഉപയോഗിച്ചു തുടങ്ങുന്നത്? തൊട്ടടുത്ത് എത്തി, ഉത്തരത്തിന്റെ തൊട്ടടുത്താണ്. അപ്പുറത്തോ ഇപ്പുറത്തോ? ഉത്തരത്തിന്റെ തൊട്ടടുത്താണ്. ഇതിലും വലിയ ക്ലൂ എനിക്ക് തരാൻ പറ്റില്ല. തൊട്ടടുത്താണ്, ഒന്നെങ്കിൽ അപ്പുറത്ത് അല്ലെങ്കിൽ ഇപ്പുറത്ത്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ചോദി. ശരിയാണ്, സംശയിക്കണ്ട, ശരിയാണ്, ഉത്തരം ശരിയാണ്. ചോതി നാള് മുതലാണ് നമ്മൾ അത്തത്തില് ചെമ്പരത്തി പൂവ് ഉൾക്കൊള്ളിച്ചു തുടങ്ങുന്നത്. അതെ, അപ്പൊ കറക്റ്റ് ഉത്തരവല്ലേ പറഞ്ഞത്? ഒരു സംശയമാണല്ലോ എല്ലാത്തിനും, പറയാൻ പറ്റുമോ, ശരിയാണോ? ശരിയാണ്. അപ്പോഴേ നമ്മുടെ ഓണസമ്മാനം വീട്ടിലെത്തും. നമ്മുടെ ഓണസമ്മാനം കിട്ടിയിട്ടുണ്ട്, അത് വീട്ടിൽ എന്തായാലും നമ്മൾ എത്തിക്കും. സന്തോഷായില്ലേ? സന്തോഷായി. ഈ ഓണത്തിന് ഒരുപാട് സന്തോഷായി. ഞങ്ങൾക്ക് സന്തോഷായി. പിന്നെ നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടിത്തരാൻ പറ്റുമോ? ഒരുപാട് സന്തോഷായി. ആയിക്കോട്ടെ, ഞങ്ങൾക്ക് ഒരു പാട്ട് പാടിത്തരോ? ഒരു ഓണപ്പാട്ട്. എന്തുവാ? ഓണത്തിന്റെ ഒരു പാട്ടും കൂടെ ആയാലും ഞങ്ങൾക്ക് കുറച്ചുകൂടി സന്തോഷമാവും. ഓണത്തിന്റെ പാട്ടത്തിന് എനിക്ക് ട്യൂണൊന്നും അറിയില്ല. ഞങ്ങൾക്ക് ട്യൂണൊന്നും വേണ്ട ചേച്ചി, അങ്ങ് പാടിയാ മതി. ട്യൂണൊന്നും വേണ്ട. അന്നത്തെ കാലത്തൊക്കെ എല്ലാരും മാവേലി നാടുവാണിടുങ്കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ മതി. അപ്പോഴേ ചേച്ചി വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ചേച്ചിക്കും ചേച്ചിയുടെ കുടുംബത്തിലെ എല്ലാവർക്കും ജയ്ഹിന്ദ് ടിവിയുടെ വക ഓണാശംസകൾ കേട്ടോ. ശരി ചേച്ചി, താങ്ക് യു സോ മച്ച്. താങ്ക് യു. പത്തനംതിട്ടയിൽ നിന്നും രാധ ചേച്ചിയാണ് വിളിച്ചത്. നമ്മുടെ ചോദ്യത്തിന് കറക്റ്റ് ഉത്തരമൊക്കെ തന്നു, നമുക്ക് ഓണപ്പാട്ടൊക്കെ പാടി തന്നിട്ടാണ് രാധ ചേച്ചി പോയത്. എന്തായാലും ഒരുപാട് സന്തോഷം. രാധ ചേച്ചിക്കും കുടുംബത്തിനും ഒരിക്കൽ കൂടി ഓണാശംസകൾ. നല്ലോണം കണ്ടോണത്തിന്റെ മറ്റൊരു എപ്പിസോഡ് കൂടി ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് ഒരുപാട് കോളേഴ്സും ഭൂരിഭാഗം പേരും ശരി ഉത്തരം തന്നെയാണ് നമ്മുടെ ഓണ ചോദ്യത്തിന് നൽകിയത്. അവർക്കെല്ലാവർക്കുമുള്ള ഓണ സമ്മാനം എന്തായാലും ജയ്ഹിന്ദ് ടിവിയുടെ വക വീട്ടിലെത്തുന്നതായിരിക്കും. ഒരിക്കൽ കൂടി വിളിച്ച എല്ലാവർക്കും, ജയ്ഹിന്ദ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.